Hello everyone, welcome to Delicious Recipes. കോവയ്ക്ക മെഴുക്കുപുരട്ടിയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി കുറച്ച് കോവയ്ക്ക നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇത് നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുക്കുകയാണ്. ഈ കോവയ്ക്കയിൽ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ്. ഡയബറ്റീസ് ഉള്ളവർക്കൊക്കെ ഇത് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മുടെ ഡയറ്റിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കണം. ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് നല്ല ചുവന്ന നിറത്തിലുള്ള കോവയ്ക്ക ഉണ്ടെങ്കിൽ അത് സാധാരണ ഞാൻ എടുക്കാറില്ല. അപ്പോൾ ഇതുപോലെ എല്ലാ കോവയ്ക്കയും നീളത്തിൽ കനം കുറച്ച് ഞാനൊന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇവിടെ എടുത്തു വെച്ചിരുന്ന എല്ലാ കോവയ്ക്കയും കനം കുറച്ച് നീളത്തിൽ നന്നായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മെഴുക്കുപുരട്ടി തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു പാനിൽ 1.5 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചത്. എണ്ണ ചൂടായി വന്നപ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർത്തിട്ടുണ്ട്. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ സവാള ചേർത്ത് കൊടുക്കാം. ഒരു വലിയ സവാളയുടെ പകുതിയാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 2 പച്ചമുളകും 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇനി നമുക്ക് സവാള വഴന്ന് വരുന്നതിന് മാത്രമുള്ള കുറച്ച് ഉപ്പ് ഇപ്പോൾ ചേർക്കാം. പിന്നീട് കോവയ്ക്ക വേവിക്കുന്ന സമയത്തും നമ്മൾ ഉപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സവാള നല്ലതുപോലെ വഴറ്റി ബ്രൗൺ ഷെയ്ഡൊന്നും ആക്കിയിട്ടില്ല. നമ്മളിനി കോവയ്ക്ക വഴറ്റിയെടുക്കുന്ന ആ സമയം കൊണ്ട് തന്നെ അത് നന്നായിട്ട് മൊരിഞ്ഞു വന്നോളും. അപ്പോൾ ഈ കോവയ്ക്ക മെഴുക്കുപുരട്ടി തയ്യാറാക്കുമ്പോൾ നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കുന്നില്ല. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി മുളക് പൊടിയാണ് നമുക്ക് ചേർക്കേണ്ടത്. എരിവിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂണാണ് ചേർക്കുന്നത്. 1/2 മുതൽ 1/4 ടീസ്പൂൺ വരെ മുളക് പൊടി ചേർക്കാവുന്നതാണ്. ഇപ്പോൾ ചേർത്ത മഞ്ഞൾപ്പൊടിയുടെയും മുളക് പൊടിയുടെയും പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മെഴുക്കുപുരട്ടി തയ്യാറാക്കുമ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കുന്നില്ല. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഏറ്റവും കുറഞ്ഞ തീയിലാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. ഇനി ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്തൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം വീണ്ടും ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കിതൊന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഞാനിവിടെ നോൺ സ്റ്റിക്ക് പാനിൽ ചെയ്യുന്നത് കൊണ്ട് അടിയിൽ പിടിക്കാനുള്ള സാധ്യതയില്ല. എങ്കിലും ഒന്ന് തുറന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിനു മുമ്പ് സദ്യ സ്പെഷ്യൽ ബീട്രൂട്ട് പച്ചടിയുടെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഡെലീഷ്യസ് റെസിപ്പീസ് എന്നുള്ള ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ മെഴുക്കുപുരട്ടി ഇവിടെ റെഡിയായി കഴിഞ്ഞു. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. താങ്ക് യു.